അർജന്റീനയിലെ പരാന അതിരൂപതയിലെ സാന്റോ ഡൊമിംഗോയിലുള്ള സെന്റ് ഡൊമിനിക് സാവിയോ ഇടവകയിൽ നിന്ന് വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റിസിൻ്റെ ഒരു തിരുശേഷിപ്പ് മോഷ്ടിക്കപ്പെട്ടു. ജൂലൈ 25-നാണ് മോഷണം നടന്നതെന്നും സുരക്ഷാ ക്യാമറകളിൽ ഇത് പതിഞ്ഞിട്ടുണ്ടെന്നും ഇടവക വികാരിയായ ഫാദർ വാൾട്ടർ മിനിക്കുട്ടി പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞു. 2021-ൽ ഇവിടെ പ്രതിഷ്ഠിച്ച തിരുശേഷിപ്പടങ്ങിയ പേടകം ഒരു ദമ്പതികൾ പള്ളിയിൽ പ്രവേശിച്ച് മോഷ്ടിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. വരുന്ന സെപ്റ്റംബർ 7-നാണ് കത്തോലിക്ക സഭ കാർലോയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നത്. ഇത് ഞങ്ങൾക്ക് വളരെ ദുഃഖകരമായ ദിനമാണ്. ഉടൻ തന്നെ നഷ്ടപ്പെട്ട തിരുശേഷിപ്പ് ഇടവകയിലേക്ക് തിരികെ ലഭിക്കാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ഇടവക വികാരി ഫാദർ മിനിക്കുട്ടി പറഞ്ഞു. പ്രദർശനത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ ഒരു സ്ഥലത്താണ് തിരുശേഷിപ്പ് സൂക്ഷിച്ചിരുന്നത്. 15-ാം വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ട കാർലോ ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ ഭക്തനായിരുന്നു. ഭൂമിയിൽ ജീവിച്ച ചെറിയ കാലയളവിൽ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുത്തും ദിവ്യകാരുണ്യ ആരാധന നടത്തിയും ജപമാല ചൊല്ലിയും സുവിശേഷവൽക്കരണത്തിനായി ഇൻ്റർനെറ്റ് ഉപയോഗിച്ചും ഒരു മാതൃകാ ജീവിതം നയിച്ചു. വരുന്ന ഒക്ടോബർ 12-ന് ദേവാലയത്തിൽ ഈ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിട്ട് 4 വർഷം തികയുകയാണ്. അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടതും അതേ ദിനമാണ്. ഈ ദിനം ദേവാലയത്തിൽ കാർലോ അക്വിറ്റിസിന് സമർപ്പിച്ച് ഒരു ദിവ്യബലി അർപ്പിക്കുന്ന പതിവുമുണ്ട്. ഇത്തവണ ആ ദിനത്തിലേക്ക് അടുക്കുമ്പോൾ കാർലോ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടും എന്ന വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിനു മുമ്പ് നഷ്ടപ്പെട്ട തിരുശേഷിപ്പ് കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇടവക സമൂഹം.